തൃശ്ശൂരിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി. മരോട്ടിച്ചാലിലാണ് ഇത്തരമൊരു സംഭവമുണ്ടായത്. മരോട്ടിച്ചാൽ സ്വദേശി 70 വയസ്സുള്ള ഏലിയാസിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷ് ആന്റണിയാണ് തൃശ്ശൂരിൽ നിന്നും. അനീഷ്, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഈ പൊള്ളൽ ഏൽക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എബി, ഇന്ന് രാവിലെ 10 മണിക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇദ്ദേഹം മരോട്ടിച്ചാലിലുള്ള ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കെയാണ് പോക്കറ്റിൽ വെച്ച് ഈ ഫോൺ പൊടുന്നനെ പൊട്ടിത്തെറിക്കുന്നത്. പൊട്ടിത്തെറിച്ച ഉടൻ തന്നെ എലിയാസ് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നിലത്തിടുന്നത് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഉണ്ടായില്ലെങ്കിൽ കൂടി ഷർട്ടിലേക്ക് തീ പടർന്നു. തീ പടർന്ന ഉടനെ കൈകൊണ്ട് തന്നെ തട്ടി ആ തീ കെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. ഉടനടി ഹോട്ടലിലുള്ള ആൾ വെള്ളമെടുത്ത് പൊട്ടിത്തെറിച്ച ഫോണിലേക്ക് ഒഴിച്ച് തീ കെടുത്തുന്നതും ആ CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല. അകത്ത് ഇന്നർ ബനിയൻ ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ശരീരത്തിലേക്ക് കാര്യമായി പൊള്ളലേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഫോൺ സാധാരണ ആൻഡ്രോയിഡ് ഫോണല്ല, മറിച്ച് കീപാഡ് ഉള്ള ഒരു വില കുറഞ്ഞ ഒരു ഫോണാണ്. 1000 രൂപയ്ക്ക് 1 വർഷം മുൻപ് തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള ഒരു കടയിൽ നിന്നും അദ്ദേഹം വാങ്ങിയ ഒരു ഫോൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്ര കണ്ട് നിലവാരമില്ലാത്ത ഒരു ഫോണാണ് പൊട്ടിത്തെറിച്ചത്. ബാറ്ററി നിന്ന് ആണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല. ആ പൊട്ടിത്തെറിച്ച ഫോണും ആ കത്തി തീ പിടിച്ച ആ ഷർട്ടും അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയുണ്ടായി. എബി, വളരെ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെ അതിൻ്റെ തീവ്രത വ്യക്തമാകുന്നുണ്ട്. എന്തായാലും വലിയ പരിക്കുകളൊന്നും തന്നെ ഇല്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂരിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. 4 മണിയോട് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അനീഷാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.